ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വർക്കിന് കയറ്റുന്നതിന് മുമ്പ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി, റോഡ് ടെസ്റ്റ്. ആ റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബാക്ക് ചെയിൻ സ്പോക്കറിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് നല്ലൊരു ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഡിസ്ക് ബ്രേക്ക് ഇടയ്ക്ക് നമുക്കൊരു നല്ല കല്ലപ്പ് പോലെ കാണിക്കുന്നുണ്ട്. അത് ബ്രേക്ക് ജാമാവാൻ പോകുന്നൊരു ഫീൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റ്. പിന്നെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജനറലായിട്ടുള്ള സർവീസൊക്കെ പറഞ്ഞു. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. കമ്പനി ലൈനർ അല്ല കിടക്കണേ, വേറെ ബ്രാൻഡാണ്, ഒറിജിനൽ അല്ല കേട്ടോ. എങ്കിൽ കൂടി നമുക്കത് ഉപയോഗിക്കാനുണ്ട്. ലൈനർ വലിയ പഴക്കമായിട്ടില്ല, നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗത്ത് സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ആണ്. ഇവിടെയൊന്നും ഈ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊന്നും ചെയിൻ പിടിക്കുന്നില്ല, വളരെ ലൂസായ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും അത് കിട്ടില്ല. തന്നെ ചെയിൻ അഡ്ജസ്റ്റിങ് മാക്സിമം അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇത്രയും ലൂസാണ്, ഇത്രയും ലൂസ് കാണിക്കുന്നുണ്ട്. അത് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി തീരും. അപ്പോൾ നമുക്ക് എന്തായാലും ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടുന്നതാണ് സേഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മാറേണ്ട ടൈമിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ നമുക്ക് ഇതുമ്പോൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടറൊന്നുമല്ല, ഒരു ലോക്കൽ ബ്രാൻഡാണ് കിടക്കാൻ, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എയർ ഫിൽട്ടർ ശരിക്കും പറഞ്ഞില്ല, ഈ എയർ ഫിൽട്ടറും പ്ലഗൊക്കെ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. കാരണം ഈ ഒറിജിനലായിട്ട് ഇട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പേപ്പറിൻ്റെ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ വരാം. ഷേപ്പ് കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ കൂടി ഈ പേപ്പർ ക്വാളിറ്റിയിൽ തന്നെ വ്യത്യാസം നമുക്ക് നമ്മുടെ എഞ്ചിനകത്ത് ഹെഡിനകത്ത് കരി കൂടുതൽ വരുത്താനായിട്ടൊരു കാരണമാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യുക. ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്താൽ പോലും നമുക്ക് 10,000 കിലോമീറ്ററാണ് അതിൻ്റെ ലൈഫ് പറയണം. 10,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണം. അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും ആണ് നമുക്ക് മാറ്റേണ്ടത്. പ്ലഗും ഈ പറഞ്ഞ രീതിക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പ്ലഗും അത്യാവശ്യം പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് സെറ്റായിട്ടാണ് മാറേണ്ടത് കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റുന്നത് എപ്പോഴാണ് അപ്പോൾ കൂട്ടത്തിക്കൂടെ പ്ലഗ് മാറുന്നത്. രണ്ടിനും 10,000 കിലോമീറ്ററാണ് അതിൻ്റെ ലൈഫ്. ശരിക്കും നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ കമ്പനി പറയാം. വണ്ടി ഓടും, പക്ഷേ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് പിന്നിൽ വരും. അതില്ലാതിരിക്കാനാണ് നമ്മൾ ആ ഒരു പീരീഡ് പറയുന്നത് കേട്ടോ, കമ്പനി പറയുന്നത്. പിന്നെ നമുക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ നമ്മൾ മാറ്റുന്ന സമയത്ത് ചെയിനും രണ്ട് ഫ്രണ്ടും ബാക്ക് സ്പോക്കറ്റും ചെയിനും കൂടി നമുക്ക് മാറ്റേണ്ടി വരാം. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയും ഇരിക്കുന്നത്. അതായത് 12 വോൾട്ടും 7 ആമ്പിയർ വന്ന ബാറ്ററിയാണ് നമുക്ക് യൂണിക്കോൺ പഴയ മോഡൽ വരുമ്പോൾ അതിന് വന്നത്. നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് ലോ ആയിട്ട് കാണിക്കണം, 10.78 കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ബാറ്ററി ഡെഡായിട്ടാണ്, ബാഡായിട്ട് തന്നെ അത് കാണിക്കുക. അപ്പോൾ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കാന്ന് വെച്ചാൽ 2 കേസുണ്ട്. ഒന്ന് സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, സ്വിച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കിയിട്ടുണ്ട്. സ്വിച്ചിൻ്റെ അവിടെ കോൺടാക്റ്റൊക്കെ ശരിക്കും കത്തി ഉരുകിയ രീതിയിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി സ്വിച്ച് മാറ്റണം. സ്വിച്ച് മാറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ല, കാരണം ഓൾറെഡി ബാറ്ററി സെൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നുണ്ട്, സെൽ ബാഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാറ്ററി കൂടി മാറ്റിയാലാണ് സെൽഫിൻ്റെ കേസ് ക്ലിയർ ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹെഡിൻ്റെ ഈ കവറിൻ്റെ സൈഡിൽ നിന്ന് ലീക്കേജ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് അഴിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വന്ന റബ്ബറിൻ്റെ ബീഡിങ് ഗ്യാസ്കറ്റ് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അത് അഴിക്കുമ്പോൾ ഇവിടെയും അതിൻ്റെ ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 സീൽ വന്നുണ്ട്. അത് രണ്ടും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം കറക്റ്റായിട്ട് പോകുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമുക്ക് മാറുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് ഒരു ചെറിയൊരു നോയ്സ് പോലെ കാണിച്ചാൽ ഞാൻ അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ കേബിളുണ്ടല്ലോ, കേബിളിൻ്റെ ഇന്നർ ഭാഗം നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്, ഔട്ടർ ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തുരുമ്പിട്ടോണാണ് ഇരിക്കുന്നത് ഈ വന്ന ഭാഗം കേട്ടോ. അപ്പോൾ അത് നിലവിൽ ഒന്നുമല്ല നമുക്കത് വെറുതെ ഗ്രീസിട്ട് കയറ്റിയിടാം, അതല്ലെങ്കിൽ നമുക്ക് മാറ്റി പുതിയതിടാം. കാരണം എന്താ വെച്ചാൽ ഗ്രീസിട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാലും ഇടയ്ക്ക് പൊട്ടിപ്പോവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇച്ചിരി ലോഡായിട്ട് കിടന്ന് ഓടിയിട്ടുണ്ട് അത്. അപ്പോൾ നമ്മൾ സർവീസിനകത്ത് ഉൾപ്പെടുത്തിയത് ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റുകളാണ് കേട്ടത്. അപ്പോൾ ബ്രേക്കിൻ്റെ ഫ്രണ്ട് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഈ പറഞ്ഞാൽ ഓൾറെഡി വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ മീറ്ററിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗം ഞാനിപ്പോൾ ഗ്രീസ് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗ്രീസൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. കാരണം തുരുമ്പിട്ടിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരുന്നാൽ പിന്നെ ഊരി കിട്ടിയില്ലെങ്കിൽ വലിയ പാടാവും. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിടാണെങ്കിൽ സേഫ് അതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്കത് ഗ്രീസ് ചെയ്ത് യൂസ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഓൾറെഡി മാറ്റി സെറ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റിനാണ് ഉൾപ്പെടുത്തുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കംഫർട്ട്നെസ് കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ പിസ്റ്റൺ ശരിക്കും ബ്രേക്ക് പിടിക്കുമ്പോൾ സ്മൂത്തായിട്ട് കയറി വരണം. അത് നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു അല്പം ബാക്കിലേക്ക് പോകണം. ഫ്രീ ആയിരിക്കണം, വർക്കിംഗ് സ്മൂത്തായിരിക്കണം. ഇത് നിലവിൽ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഇത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഈ MC യുടെ ഭാഗം തുടങ്ങി അഴിക്കണം. ഇവിടെ തുടങ്ങി അഴിച്ച്
അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ പിസ്റ്റൻ്റെ ഉള്ളിലൊരു സീൽ വരുന്നുണ്ട്. ആ സീല് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കൂടി വലിയ താമസമില്ലാണ്ട് അത് ബ്രേക്ക് ജാം ആവുന്നൊരു കംപ്ലയിൻറ്റ് വരും. അത് വരാതിരിക്കാൻ ഇത് സഹായിക്കും. കാരണം ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ബ്രേക്ക് ടൈറ്റ് ആവുന്ന കംപ്ലയിൻറ്റ് വരില്ല. അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് അയക്കും മുമ്പ് തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. പ്ലഗ് നമുക്ക് ഓൾറെഡി ആ കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടാം. ഞാനപ്പോൾ അത്യാവശ്യം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. അതായത് നമുക്കൊന്ന് ഈ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ബീഡിങ് ഗ്യാസ്കറ്റ്, അതിൻ്റെ 2 ഓയിൽസീൽ, ഈ സെൽഫിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് സ്വിച്ച്, ഡിസ്ക് ബ്രേക്ക് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യുന്നതിൻ്റെ ആ എക്സ്പെൻസ്, അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ഈ കേബിള് ഉൾപ്പെടുത്തുന്നുണ്ട്, എൻജിൻ ഓയിൽ, ബാറ്ററി, ചെയിൻ സ്പോക്കറ്റ്, എയർ ഫിൽറ്ററും പ്ലഗും, ഈ വീലിൻ്റെ റബ്ബറും ബാക്കിലത്തെ പൊട്ടി കിടക്കാൻ കേട്ടോ. അപ്പോൾ അത്ര ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് അത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും കംപ്ലയിൻറ്റുകളുണ്ട് വണ്ടിക്ക്. അതിനകത്ത് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് അത് കണക്കാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് നമ്മളിപ്പോൾ പറയണത്. അതിന് എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട്. അപ്പോൾ നോക്കിയിട്ട് അത് കണ്ടു കഴിയുമ്പോൾ നോക്കിയൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് ഇതിൻ്റെ ഉണ്ടല്ലോ 2023 മോഡൽ ബാറ്ററിയാണ് കാണുന്നത്. ബാറ്ററിമേ അതിൻ്റെ പഞ്ചിങ് കാണണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാറണ്ടി ഉള്ളതാണ്. 2 വർഷമാണ് ശരിക്കും എൻ്റെ വാറണ്ടി പീരീഡ്. അപ്പോൾ ഒന്ന് ബാറ്ററി ചാർജിലേക്ക് ഇടാം. ചാർജിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് അടിക്കുക, എന്താണ് കാണിക്കണമെന്നുള്ള ദിവസം നോക്കാം. ഇത് സെൽ ഡാമേജ് കാണിക്കണോണ്ട് ബാറ്ററി ബാഡായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 10.something കാണിക്കണുള്ളൂ. അപ്പോൾ 12.5 വോൾട്ട് വരെ ബാറ്ററിയിൽ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടിയും ടെസ്റ്റ് അടിക്കാം. ടെസ്റ്റ് അടിച്ചതിന് ശേഷം വീണ്ടും സെയിം ആയിട്ടുള്ള പ്രോബ്ലമാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി ഉള്ള ബാറ്ററിയാണ്. വാറണ്ടി കാർഡ് കൊടുത്തിട്ട് നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് പുതിയ ബാറ്ററി, ഞാനിപ്പോൾ ബാറ്ററിയുടെ എസ്റ്റിമേറ്റിനകത്ത് പെടുത്തുന്നുണ്ട്. പക്ഷേ വാറണ്ടി ഉള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ എമൗണ്ട് വന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ. വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ഞാനിപ്പോൾ എന്തെങ്കിലും ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം കേട്ടോ.